ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം എസ് എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും കാത്തിരുന്ന ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ആനുവൽ കലണ്ടർ, SSCയുടെ ആനുവൽ കലണ്ടർ. SSC ആസ്പിരൻസ് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. എപ്പോഴാണ് എക്സാം, CGL CHSL പോലെയുള്ള എക്സാംസ് ഒക്കെ എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഭയങ്കര ഒത്തിരി പേര് ഇങ്ങനെ കൗതുകപൂർവ്വം കാത്തിരിക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് സൈലം SSC എത്രയും പെട്ടെന്ന് അറിയിക്കുന്നത്. ഇതാ നമ്മുടെ ആനുവൽ കലണ്ടർ, എക്സാംസിന്റെ കലണ്ടർ ഒക്കെ വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഓരോ പ്രധാന എക്സാംസ് ഒക്കെ നോക്കാം. ഇതിനകത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് CGL. ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉള്ള നമ്മുടെ CGL പരീക്ഷ അല്ലേ. ആ CGL പരീക്ഷ നമ്മുടെ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കിയേ മാർച്ച് 2026 അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അന്ന് മുതൽ നമുക്ക് ഡേറ്റ് അപ്ലൈ ചെയ്തും തുടങ്ങാൻ പറ്റും പ്രോബബ്ലി അല്ലേ. അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് ഏപ്രിൽ 2026 വരെ. അപ്പൊ മാർച്ച് മുതൽ 2026 മാർച്ച് മുതൽ 2026 ഏപ്രിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാംസ് നടക്കാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ മെയ്യിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും. പ്രിലിംസ് എക്സാംസ് ആണല്ലോ, Tier 1 എക്സാം അല്ലേ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാംസ് നടക്കുന്നത്. ഇനിയുള്ള എക്സാം നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുണ്ട്. അത് മെയ് ജൂൺ മാസങ്ങളിലായിട്ട് തന്നെയാണ്. ഇതിന്റെ ഒപ്പം തന്നെയായിരിക്കും ഏകദേശം നടക്കാൻ പോകുന്നത്. സെലക്ഷൻ പോസ്റ്റ്, ഇതാ ഫേസ് 14 എന്ന് പറയുന്ന സെലക്ഷൻ പോസ്റ്റും ഉണ്ട്. നമ്മുടെ കുറെ പേര് കാത്തിരിക്കുന്ന എക്സാം തന്നെയാണ് അതും. ഓക്കെ, അതിന്റെ സെയിം മാസം മാർച്ച് മാസത്തിൽ തന്നെയാണ് അതിന്റെ നോട്ടിഫിക്കേഷനും വരുന്നതും ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങേണ്ടതും അപ്പൊ തന്നെയാണ് കേട്ടോ. മെയ് ജൂലൈ മാസത്തിൽ തന്നെയാണ് പരീക്ഷ നടക്കാൻ പോകുന്നതും. ഓക്കെ, ഇനി അടുത്തതുള്ളത് CGL, പ്രധാനപ്പെട്ട +2 ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും, മിനിമം +2 ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റിയ CHSL പരീക്ഷ. അത് വരുന്നതും ദാ നോക്കിയേ ഏപ്രിൽ മാസത്തിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ. ഏപ്രിൽ മുതൽ മെയ് വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആൻഡ് ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ ഇഷ്ടം പോലെ പ്രിപ്പറേഷന് സമയമുണ്ട്. അതിന് സമയമില്ല എന്നുള്ള പരാതി വേണ്ട. ജൂലൈ സെപ്റ്റംബർ മാസത്തിലായിരിക്കും, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്നുള്ളതായിരിക്കും നമുക്ക് കാണേണ്ടത് കേട്ടോ. CHSL പരീക്ഷയും അതായത് കുറച്ച് ദിവസം ആയിട്ട് നടക്കുന്നതായിരിക്കും. ജൂലൈ സെപ്റ്റംബർ ആ ഒരു കാലയളവിലായിരിക്കും നടക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഓക്കെ, ഇനി സ്റ്റെനോഗ്രാഫർ CD പോസ്റ്റുകളിലായിട്ടുണ്ട്. ഒത്തിരി പേര് കേരളത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ്. സമീപകാലത്താണ് ആ ഒരു ട്രെൻഡ് തുടങ്ങിയത്. SSC പരീക്ഷകളിൽ സ്റ്റെനോയ്ക്ക് കുറച്ചു കാലം മുന്നേ കുറച്ച് കോമ്പറ്റീഷൻ കുറവായിരുന്നു. പക്ഷേ ഇപ്പൊ അതിനും കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞു. ഒത്തിരി പേര് സ്റ്റെനോഗ്രാഫർ CD പോസ്റ്റുകൾ മോഹിച്ചുകൊണ്ട് അതിന് മാത്രമായി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കേരളത്തിലായി. അപ്പൊ അതിൻ്റെത് ഏപ്രിലായിരിക്കും വരുന്നത് മക്കളെ. ഏപ്രിലാണ് CD പോസ്റ്റുകൾ സ്റ്റെനോഗ്രാഫർ. ദെൻ കംസ് നമ്മുടെ MTS അല്ലേ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള MTS പരീക്ഷ. അതിന്റെ നോട്ടിഫിക്കേഷൻ ജൂണിലാണ് വരിക. ജൂലൈ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. സെപ്റ്റംബർ ടു നവംബർ ആയിരിക്കും എക്സാം നമ്മുടെ മുന്നിൽ കാണേണ്ടത് കേട്ടോ. SI ഡൽഹി പോലീസിലെ SI പോസ്റ്റുകളിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു SSC. അതിൻ്റെ എങ്ങനെയാണ്, പ്രിലിംസ് എക്സാം മെയ് മാസത്തിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂൺ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം കേട്ടോ. ദെൻ കുറെ പേര് വീണ്ടും കേരളത്തിൽ എഴുതുന്ന എക്സാമാണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് നമുക്ക് വരുന്ന മറ്റൊരു പരീക്ഷയാണ് GD പരീക്ഷ എന്ന് പറയുന്നത് അല്ലേ. കോൺസ്റ്റാബുലറി പോസ്റ്റുകളിലേക്ക്, അതായത് ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റ്. ഇഷ്ടം പോലെ ആൾക്കാർ, 10ാം ക്ലാസ് യോഗ്യതയുള്ള മിക്കവാറും ആൾക്കാർക്ക് എല്ലാവരും മോഹിക്കുന്ന ഒരു ഡ്രീം യൂണിഫോം പോസ്റ്റ് ആണല്ലേ. അപ്പം 10ാം ക്ലാസ് യോഗ്യത എന്ന് പറയുന്നത് മിനിമം യോഗ്യതയാണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ സെപ്റ്റംബറിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒക്ടോബർ വരെ അപ്ലൈ ചെയ്യാം. ജനുവരി മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും അതിന്റെ പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നത് കേട്ടോ. ജനുവരി ടു മാർച്ചിന്റെ ഇടയിലായിരിക്കും എന്നാണ് പറയണത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൻഡ് ഇത് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ടെൻറ്റേറ്റീവ് മന്ത് ആണ്. ഇതിൽ ചെറിയ ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിന്റെ ഇടയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ അത്രയുമാണ് കലണ്ടറിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഈ എക്സാംസ് എല്ലാത്തിനും പറ്റിയ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതിന് എല്ലാത്തിനും പറ്റിയ ഒരു കോഴ്സാണ് SSC റെഗുലർ ബാച്ച് 2.0. ഇപ്പൊ റെഗുലർ ബാച്ച് 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ് 1 എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ബാച്ച് നമ്മുടെ SSC റെഗുലർ ബാച്ച് 1 എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒത്തിരി ആസ്പിരൻസ് പഠിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പൊ അതിന്റെ ഒരു
വിജയാഹ്ലാദത്തോടൊപ്പം തന്നെ മറ്റൊരു ബാച്ച് നമ്മൾ തുടങ്ങുവാണ്. അതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുന്നോട്ടേക്കുള്ള ഒരു യാത്രയോടൊപ്പം ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക്, അതായത് 1-2 മാസമായി അത് തുടങ്ങിയത് എന്നതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതാ അവർക്കായിട്ട് ഉള്ള സന്തോഷ വാർത്തയാണ് SSC റെഗുലർ 2.0 എന്നുള്ളത് കേട്ടോ. 500-ൽ പരം, വീണ്ടും പറയാണ്, 500-ലധികം ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. 2 മുതൽ 3 മണിക്കൂർ വരെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ഡെയിലി. അങ്ങനെ 5 to 6 ക്ലാസ്സസ് ആണ് എല്ലാ ആഴ്ചയും ഉള്ളത് കേട്ടോ. ഫീസ് ഇതാ 1 year വാലിഡിറ്റി ഉണ്ട്. ഇതാ ഫീസ് 6000 രൂപയാണ് വരുന്നത് കേട്ടോ. 6000 രൂപ വരുന്ന 1 year വാലിഡിറ്റി വരുന്ന ഒരു കോഴ്സ് ആയിരിക്കും നമ്മുടെ SSC റെഗുലർ ബാച്ച് 2.0 എന്ന് പറയുന്നത്. എല്ലാ എക്സാംസിനും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നതായിരിക്കും, മറ്റധ്യാപകർ മാത്സും റീസണിങ്ങും GK എല്ലാം ഭദ്രമാക്കി തരുന്നതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അധികം വൈകാതെ ഇമ്മാസം തന്നെ തുടങ്ങുന്ന ബാച്ചായിരിക്കും ഈ ഒരു ബാച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യണത്. അപ്പൊ ബാച്ച് റെഡി, എക്സാംസിന്റെ ഡേറ്റും ഏകദേശം റെഡി. നിങ്ങൾ പരീക്ഷയ്ക്ക് റെഡിയാണോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ റെഡിയാണോ? ഈ ജോലി നിങ്ങൾക്ക് വേണോ? ഇതാണ് എന്റെ ചോദ്യം, അപ്പൊ ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ വേഗം ഒരു തീരുമാനം എടുക്കുക. അധികം ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. ഇപ്പൊ തുടങ്ങിയ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം, പഠിച്ചു പോകാം, പഠിച്ചു മുന്നേറാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് തൽക്കാലത്തേക്ക് ഐ എം സൈനിങ് ഓഫ്. കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ് മക്കളെ. ബൈ.